യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പൊട്ടക്കിണറ്റിൽ നിന്ന് അടിമച്ചന്തയിൽ നിന്ന് അസീസ് രാജാവിൻ്റെ കൊട്ടാരമുറ്റത്തേക്ക് എത്തിച്ചേർന്നു. ആ കൊട്ടാരത്തിൽ താമസിച്ചു വരുമ്പോൾ അവിടെയുണ്ട് അസീസ് രാജാവിൻ്റെ ഭാര്യ സുലൈഖ ബീവി. സൗന്ദര്യ സ്വരൂപരായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭംഗിയിൽ അവർ മതിമറന്നു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് അവർക്ക് വൈകാരികമായ മോഹമുദിക്കുകയാണ്. പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവരോട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഏതായാലും സുലൈഖ ബീവി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തനിച്ച് കിട്ടാൻ വേണ്ടി കാത്തുപാർത്തിരിക്കുകയാണ്. ഒരിക്കൽ അതിനുള്ള അവസരം വന്നു ചേർന്നു. അസീസ് രാജാവിൻ്റെ അസാന്നിധ്യത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തൻ്റെ കിടപ്പറയിലേക്ക് സുലൈഖ ബീവി ക്ഷണിക്കുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠരായ പ്രവാചകരാണ്. അവർ താൽക്കാലിക സുഖങ്ങളിലേക്ക് മാറിപ്പോകുന്നവരല്ല. അവർ പൈശാചിക വഴികളിലേക്ക് ചേക്കേറുന്നവരുമല്ല. ഏതായാലും സുലൈഖ ബീവിക്ക് സാഹചര്യങ്ങൾ അനുകൂലമായപ്പോൾ അവർ ക്ഷണിക്കുകയാണ്. ഖുർആൻ പറയുന്നു, വറാവദത്തുഹുല്ലതി ഹുവ ഫീ ബൈതിഹ അൻ നഫ്സിഹി. വറാവദത്തുഹുല്ലതി ഒരുത്തി യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ക്ഷണിക്കുകയാണ്. ഹുവ ഫീ ബൈതിഹ, അവളുടെ വീട്ടിലാണ് യൂസുഫ് നബി അലൈഹി സ്വലാം ഉള്ളത്. അങ്ങനെയുള്ള സ്ത്രീയാണ്, വീട്ടുകാരിയാണ് ക്ഷണിക്കുന്നത്. അൻ നഫ്സിഹി, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ ക്ഷണിക്കുന്നത്. തൻ്റെ ഇംഗിതത്തിന് വഴങ്ങണമെന്ന് അവർ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ നിർബന്ധിക്കുകയാണ്. വഗല്ലഖത്തുൽ അബ്വാബ, വാതിലുകളെല്ലാം സുലൈഖ ബീവി കുറ്റിയിട്ട് പൂട്ടിക്കളഞ്ഞു. വഖാലത്ത് ഹൈതലക്, വരൂ യൂസുഫേ എന്ന് അവർ ആവശ്യപ്പെടുകയാണ്. വഖാല മഅദല്ലാഹ്, അനാശാസ്യമാണെന്ന് കണ്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മഅദല്ലാഹ്, അള്ളാഹു എന്നെ കാക്കുമാറാകട്ടെ. ഇന്നഹു റബ്ബി അഹ്സന മസ്വായ, എനിക്കെല്ലാ സാഹചര്യങ്ങളും ഒരുക്കിത്തന്ന അള്ളാഹുവിനെ വിസ്മരിക്കാൻ വയ്യ. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ മറ്റൊരാളെ വിളിക്കുന്നത് ഭർത്താവിനോടുള്ള അക്രമമാണ്. വ്യഭിചാരത്തിലേക്ക് നീങ്ങുന്നത് അസാൻമാർഗിക പ്രവണതയുമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അക്രമികൾ വിജയിക്കുകയില്ല. ഈ സുലൈഖ ബീവി റളിയല്ലാഹു അൻഹ പിന്നീട് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യയായി മാറുന്നു എന്നത് മറ്റൊരു ചരിത്രമാണ്. ഏതായാലും